2024 LDCക്ക് തിരുവനന്തപുരത്ത് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും വേണ്ടി ശ്രമിക്കുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് ഡിസ്കൗണ്ട് ശതമാനം എത്ര കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ലാഭവും നഷ്ടവും നിറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. സോ ആദ്യം ഇതിൻ്റെ ഡിസ്കൗണ്ട്, അതായത് 840 രൂപ ഉണ്ടായിരുന്ന ഒരു സംഭവം 714 കൊടുക്കുമ്പം ഈ കടക്കാരൻ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എത്രയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 840 മൈനസ് 714 ആയിരിക്കും. അത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? അത് ചെയ്യുമ്പം 126 ആയിരിക്കും വരിക, അല്ലെ? 126 രൂപയാണ് വരിക. ഈ ഡിസ്കൗണ്ടിൻ്റെ ശതമാനമാണ് ചോദിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 126 എന്തിൽ നിന്ന് കുറച്ചതാണ്? സാധാ 840 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം 714 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 126 രൂപയാണ് എന്ത് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പം 126 ഡിവൈഡ് ബൈ 840 ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. ഈ സീറോയും കട്ട് ചെയ്ത് 126 ഡിവൈഡ് ബൈ 84 ചെയ്യുമ്പോൾ ഒരു 84. അപ്പം 1.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ആണ് ഇത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11 സംഖ്യകളുടെ ശരാശരി. 11 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 66 ആണ്. ദെൻ ഒരു സംഖ്യ കൂടി ചേർന്നാൽ, അതായത് 12 സംഖ്യ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 72 ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേർത്ത സംഖ്യ ഏതാന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ശരാശരി, അതായത് ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആകെ തുക ബൈ എന്താണ്? എണ്ണം, അല്ലേ? ആകെ തുക ബൈ എണ്ണമാണ്. അപ്പം 11 ആയിരുന്നപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് എന്തായിരുന്നു? 11 ഇൻറ്റു 66 ഈക്വൽ ടു ആകെ തുക. 11 ഇൻറ്റു 66 എന്ന് പറയുന്നത് എത്രയാണ്? 66 ഇൻറ്റു 11 ഒരു 6 6 6 6 6 2 726 ആയിരുന്നു എന്ത് 11 നമ്പർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആകെ തുക. ഇതേ സംഭവം 12 ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എങ്ങനെ ആണ്? അതായത് എന്ത് ചെയ്യുക? 12 ഇൻറ്റു 72 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്ര? 864 അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഈ 726ഉം 864 തമ്മിലുള്ള ഡിഫറൻസ് എത്രയോ അതായിരിക്കും എന്ത് ചേർത്ത തുക. 864 മൈനസ് 726 ഈക്വൽ ടു 138 ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ടാങ്ക് നിറയാൻ 2 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. അതായത് 3 പൈപ്പുകളുണ്ട്, 1 മണിക്കൂർ 1 ഹവർ ആൻഡ് 30 മിനിറ്റ്. അതായത് ഇത് ഫുള്ളി മിനിറ്റിലേക്ക് മാറ്റാണ് എന്നുണ്ടെങ്കിൽ 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 + 30 90 മിനിറ്റാണ് എടുക്കുന്നത്. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി എന്താവും? ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 പൈപ്പ് എടുക്കുമ്പോൾ ഓണാക്കുമ്പോൾ ടാങ്ക് നിറയാൻ 90 മിനിറ്റ് എടുക്കും. 2 പൈപ്പ് ഉപയോഗിക്കുന്നത് വഴി എത്ര സമയം കൊണ്ട് ആ ടാങ്ക് നിറയുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ പൈപ്പുകളുടെ എണ്ണം കൂടുന്തോറും എന്താണ്? എണ്ണം കൂടുമ്പം സമയം കുറയും. അതായത് എന്താണ്? ഇത് പൈപ്പിൻ്റെ എണ്ണവും ഈ പറയുന്ന സമയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സപ്പോസ് N1 ആണ്. N1 എന്ന് പറയുന്നത് എത്രയാണ്? 3. N1 എന്ന് പറയുന്നത് 3. അപ്പോൾ ഇവിടെ എടുക്കുന്ന ടൈം T1 എന്ന് പറയുന്നത് എന്താണ്? 90 മിനിറ്റ്. അതേപോലെ N2 എന്ന് പറയുന്നത് 2. T2 എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് വിപരീത അനുപാതത്തിലാണ്, അല്ലേ? വിപരീത അനുപാതത്തിലാണ്. അതായത്
പൈപ്പിൻ്റെ എണ്ണം കൂടുന്തോറും എന്താവും സമയം കുറയും. അതേപോലെ തന്നെ പൈപ്പിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സമയം എന്താവും കൂടും. അതായത് സപ്പോസ് N1 ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും T1 എന്ന് പറയുന്നത് താഴത്തായിരിക്കും. ഞാൻ പറഞ്ഞു ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് താഴത്ത് ബൈ N2 ആകുമ്പോൾ മുകളിൽ T2. N1 by N2 ഈക്വൽ ടു T2 by T1. അപ്പോൾ നമ്മൾ T2 കാണാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക N1 by N2 3/2 ഇൻറ്റു 90 ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുക. അത് എത്രയാണ് വരിക? ഇവിടെ ഓർക്കുമ്പോൾ 45 43 ഇൻറ്റു 45 പറയുമ്പോൾ 45 ഇൻറ്റു 3 എത്ര 45 15 3 4 135 മിനിറ്റ് എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? 2 പൈപ്പ് ഉപയോഗിക്കുന്ന വഴി തങ്ങനായി. ഇവിടെ എന്താണ് ഇവിടെ ഹവറിലാണ് തന്നത്. അപ്പോൾ എന്താക്കുക 135 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ ഇവിടെ 2 60 എന്ത് 120 വരുന്നത്. ബാക്കി വരുന്ന 15 മിനിറ്റ്, അതായത് 2 ഹവർ പ്ലസ് 15. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇത് നമ്മൾ എക്സ്പോണന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് കുറെ ചെയ്തതാണ്. ഇത് സിമ്പിൾ ആണ്. എന്താ ചെയ്യുക 2k + 1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7 ആണെന്നുണ്ടെങ്കിൽ കെൻ്റെ വില എത്ര എന്നുള്ളതാണ്. 2k + 1 എന്നുള്ളത് 2k ഇൻറ്റു 2⁴ ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7 എഴുതുക. അപ്പോൾ ഇവിടെ 2k ഇൻറ്റു ഇവിടെ എന്താണ് ഇവിടെ രണ്ടെണ്ണത്തിനും ബേസ് സെയിം ആണ്. അപ്പം ഇൻറ്റു 2⁶ ഈക്വൽ ടു 2�7. ഇനി 2k ഈക്വൽ ടു 2�7 ഈ ഇൻറ്റു 2⁶ ഞാൻ ഡിവിഷനിലേക്ക് കൊണ്ടുവരാണ്. 2⁶ ആവും. മുമ്പ് 2k എന്ന് പറയുന്നത് a/m/a/n എന്ന് പറയുന്നത് a/m - n എന്ന് പറയുന്നത് എത്ര 2⁴. അപ്പോൾ kൻ്റെ വാല്യൂ എത്ര 1 ആണ് ആൻസർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രം പ്രസ്തുത ജോലി, അതായത് അതേ ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. എ 20 ദിവസം, എയും ബിയും എത്ര 12 ദിവസം അല്ലേ? 12 ദിവസം. അതായത് എ എന്ന് പറയുന്നത് എയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/20 ആയിരിക്കും. അതേപോലെ എയും ബിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് എടുക്കുന്ന ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 ആയിരിക്കും. അപ്പം ബി മാത്രം ഒരു ദിവസം എടുക്കുന്ന ജോലി എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 1/12 1/12 മൈനസ് 1/20 ചെയ്താൽ ആൻസർ കിട്ടും. ഇപ്പം എത്ര 20 - 12/20 ഇൻറ്റു 12 എത്ര 240 ഈക്വൽ ടു 8/240 3 കട്ട് ചെയ്യും. 3 കട്ട് ചെയ്യുമ്പോൾ 1/30. ഓക്കെ. 1/30 ആണ് എന്ത് ഒരു ദിവസം ബി എടുക്കുന്ന ജോലി. അപ്പം ബി മാത്രം എടുക്കുന്ന ജോലി, അതായത് ബി മാത്രം എത്ര ദിവസം കൊണ്ടായിരിക്കും എടുക്കുക? 30 ഡേയ്സ് കൊണ്ടായിരിക്കും എടുക്കുക. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി. ഇതേപോലെ ഇത് സിമ്പിളാണ്. 76 ഒറ്റയാനെ കണ്ടെത്താൻ എന്താ ഓരോ ഓപ്ഷൻ എടുക്കുക. 2 5 6 3 1 ഇതെടുക്കുമെന്നാണ്. ഇത് എല്ലാം ആഡ് ചെയ്ത് നോക്കാം. 2 + 5 2 + 5 + 6 + 3 + 1 എത്രയാ 7 8 17. അതേപോലെ ബി 5 + 2 + 1 + 6 + 3 7 8 14 17. സി 3 + 3 + 4 + 4 + 2 6 10 14 16 ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും കണ്ണും കൂട്ടി പറയാം ഓപ്ഷൻ സി ആണ്. വേണമെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്ത് നോക്കാം. 3 4 7 4 11 2 13 4 17. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ 77 ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാജു 3 കിലോമീറ്റർ, അതായത് ഇതിങ്ങനെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അതായത്
വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ആണല്ലേ. അപ്പം 8 കിലോമീറ്റർ വടക്കോട്ട്, ആദ്യം വടക്കോട്ട് 8 കിലോമീറ്റർ, പിന്നീട് അയാളുടെ വലത്തോട്ട്. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാളുടെ വലത് ഏതായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ പിന്നീട് വലത്തോട്ട് 2 കിലോമീറ്റർ പറയുമ്പോൾ ഇത് 2 യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ വലത് ഏതായിരിക്കും? പിന്നീട് വലത്തോട്ട് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. തിരിഞ്ഞു 1 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? തെക്കാണ്. ഇത് തെക്കല്ലേ, താഴോട്ടല്ലേ. അപ്പോൾ ആള് തെക്കാണ്. സോ ഹലോ എന്ന വാക്ക് കൂർ എന്ന കോഡ് ഉപയോഗിച്ച് ചെയ്യുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കൂടെ എന്താണെന്നുള്ളത് HELLO HIJK മൂന്നാമത്തെ അല്ലെങ്കിൽ 3 ആഡ് ചെയ്യുമ്പോഴാണ് K വരുന്നത്. E കഴിഞ്ഞ് 3 ആഡ് ചെയ്യുമ്പോഴാണ് H വരുന്നത്. L കഴിഞ്ഞ് 3 ആഡ് ചെയ്യുമ്പോഴാണ് O വരുന്നത്. OQR 3 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? R വരുന്നത്. എല്ലാം എന്താണ് ഇവിടെ? 3 ലെറ്ററിന് ശേഷമാണ് അടുത്ത ലെറ്റർ വരുന്നത്. അങ്ങനെയാണ് ഈ ഹെലോ എന്ന് വരുന്നതിന് പകരം കൂർന്ന് നമ്മൾ എന്ത് ചെയ്ത് ഒരു കോഡ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേൾഡിൻ്റെ കോഡ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ABCDFGHIJKLMNOPQRSTUVWXYZ 3 ആഡ് ചെയ്യുമ്പോൾ Z അല്ല വരേണ്ടത്. Z ഉള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ ഒറ്റയടിക്ക് ഇത് ചെയ്യാം. ഇതാണ് ആൻസർ. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംഖ്യയിലെ 4ാമത്തെ സംഖ്യ ഏത്? 4, 7, 12 എക്സെട്ര. ഇവിടെ 4നോട് 3 കൂട്ടുമ്പം 7 ആവുന്നു. 7നോട് 5 കൂട്ടുമ്പോഴാണ് ഇവിടെ 12 ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ്? 3നോട് 2 കൂട്ടുമ്പോൾ അല്ലേ 5 ആവുന്നത്. ഇനി 2 കൂട്ടുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 7 ആയിരിക്കും. അപ്പോൾ 12 + 7 എന്തായിരിക്കും? 12 + 7 19 ആയിരിക്കും ആൻസർ. 19 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A+ എന്ന ചിഹ്നം A+, അപ്പം 18+. B നെഗറ്റീവ്. C എന്താണ് ഇവിടെ? C ഹരിക്കണം. പിന്നെ D × 2, B എന്ന് പറഞ്ഞാൽ -5. ഇവിടെയാണ് നമ്മൾ ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 18 + 12/6 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 2 - 5 ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എന്താണ്? 18 + 4 - 5. ഇനി രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എത്ര? 22 - 5. അപ്പോൾ എത്രയാണ് ആൻസർ? 17. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ. അപ്പം ഇതായിരുന്നു തിരുവനന്തപുരം LDC 2024 ചോദിച്ചിരുന്ന മാത്സ് ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ്. അവരിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നായി കമൻറ്റ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്കും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സപ്പോർട്ട് ചെയ്യുക. സോ ബൈ.